എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് RRB എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിയിൽ നിന്ന് കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത്. സെല്ല്, ആദ്യമായിട്ട് സെല്ലാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ്. ഏത് വർഷമാണ് റോബർട്ട് ഹുക്ക് കോശം കണ്ടുപിടിച്ചത്, സെൽ കണ്ടുപിടിച്ചത്? 1665-ലാണ്. അപ്പം ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ഡെഡ് സെല്ലാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ സെല്ല്, കോശം എന്ന് പറയുന്ന വാക്ക്, ഈ സെല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ റൂം എന്നാണ്. റൂം എന്ന മീനിങ് ഉള്ള സെല്ല എന്ന വാക്കിൽ നിന്നാണ് സെൽ എന്ന വേർഡ് വന്നത്. ലിറ്റിൽ റൂം എന്നാണ് സെല്ല എന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് റോബർട്ട് ഹുക്കാണ് ഡെഡ് സെല്ല് കണ്ടുപിടിച്ചത്. അപ്പം സ്റ്റഡി ഓഫ് സെല്ലാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് സെല്ല് സൈറ്റോളജിയാണ്. ഫാദർ ഓഫ് സൈറ്റോളജി എന്ന് പറയുന്നത് ഈ സെൽ കണ്ടുപിടിച്ച റോബർട്ട് ഹുക്കിനെ തന്നെയാണ് ഫാദർ ഓഫ് സൈറ്റോളജി എന്ന് അറിയപ്പെടുന്നത്. നെയിം ഓഫ് ദ ബുക്ക് പബ്ലിഷ്ഡ് ബൈ ഹുക്ക്. റോബർട്ട് ഹുക്കിന്റെ ബുക്കാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്കിന്റെ ബുക്കാണ് മൈക്രോഗ്രാഫിയ. സെൽ കണ്ടുപിടിച്ചത് 1665 റോബർട്ട് ഹുക്കാണ്. ഡെഡ് സെല്ലാണ് കണ്ടുപിടിച്ചത്. അപ്പൊ സെൽ എന്ന് പറയുന്ന വേർഡ് വന്നത് ലിറ്റിൽ റൂം എന്ന അർത്ഥം വരുന്ന സെല്ല എന്ന വേർഡിൽ നിന്നാണ് സെല്ല് വരുന്നത്. ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി എന്ന് പറയുന്നത് കാൾ പി സ്വാൻസൺ ആണ്. കാൾ പി സ്വാൻസൺ ആണ് ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് സൈറ്റോളജി സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ള റോബർട്ട് ഹുക്ക് തന്നെയാണ്. അദ്ദേഹം എഴുതിയ ബുക്കാണ് മൈക്രോഗ്രാഫിയ. റോബർട്ട് ഹുക്ക് എഴുതിയ ബുക്കാണ് മൈക്രോഗ്രാഫിയ. മോഡേൺ സൈറ്റോളജിയുടെ പിതാവ് കാൾ പി സ്വാൻസൺ ആണ്. മോഡേൺ സൈറ്റോളജിയുടെ പിതാവ് കാൾ പി സ്വാൻസൺ ആണ്. ഡെഡ് സെല്ലിന്റെ കാര്യമാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഇനി ലിവിങ് സെൽസ് കണ്ടുപിടിച്ചത് ആരാണ്? ആന്റൺ വാൻ ലിവാൻ ഹുക്കാണ് ലിവിങ് സെൽസ് ഡിസ്കവർ ചെയ്തത്. ലിവാൻ ഹുക്കിന്റെ ബുക്കാണ് ആർക്കന നാച്ചുറേ. എന്ന് പറയുന്നത് ലിവാൻ ഹുക്കിന്റെ ബുക്കാണ്. അപ്പൊ ഈ ആൻഡമാൻ ലിവാൻ ഹുക്ക് ലിവിങ് സെല്ല് കണ്ടുപിടിക്കുന്നതോടൊപ്പം ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആൻഡമാൻ ലിവാൻ ഹുക്കാണ്. അതുപോലെ തന്നെ പ്രോട്ടോസോവ കണ്ടുപിടിച്ചത് ആൻഡമാൻ ലിവാൻ ഹുക്കാണ്. RBC ആൻഡ് സ്പേം ഇതിനെല്ലാം കണ്ടുപിടിച്ചത് ആൻഡമാൻ ലിവാൻ ഹുക്ക് തന്നെയാണ്. എന്തൊക്കെ കണ്ടുപിടിച്ചത്? ബാക്ടീരിയ കണ്ടുപിടിച്ചത്, പ്രോട്ടോസോവ കണ്ടുപിടിച്ചു, RBC ആൻഡ് സ്പേം ഇതെല്ലാം കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡമാൻ ലിവാൻ ഹുക്ക്. ലിവിങ് സെല്ല് കണ്ടുപിടിച്ചിട്ടുള്ള ആൻഡമാൻ ലിവാൻ ഹുക്ക് തന്നെയാണ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ സെൽഫ് തിയറി പ്രൊപ്പോസ് ചെയ്താരാണ്? സെൽഫ് തിയറി തന്നത് ഷ്ലീഡൻ ആൻഡ് ശ്വാൻ ആണ്. MJ ഷ്ലീഡൻ ആൻഡ് ശ്വാൻ ആണ് സെൽഫ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. സെൽഫ് തിയറിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ജീവനുള്ള വസ്തുക്കളും 1 or more സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് സെൽഫ് തിയറി പറഞ്ഞത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more cells. എന്താണ് സെൽഫ് തിയറി പറഞ്ഞത്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more cells. സെൽ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ആണ് ആൻഡ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗാനിസം ആണ്. ഇപ്പൊ ഓരോ സെൽസ് അറൈസസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് സെൽസ് അറൈസ് ചെയ്യുന്നത് എന്നാണ് സെൽ തിയറിയിൽ ഷ്ലീഡൻ ആൻഡ് ശ്വാൻ പ്രൊപ്പോസ് ചെയ്തത്. അതുപോലെ നമുക്ക് സെല്ല് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് സെല്ലും ഉണ്ട്, ലോങ്സ്റ്റ് സെല്ലും ഉണ്ട്. ലാർജസ്റ്റ് ആനിമൽ സെല്ല് എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്.
1.5 കിലോഗ്രാം ഉണ്ട്. ഇതാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാർജസ്റ്റ് സിംഗിൾ സെൽ എന്ന് പറയുന്നത്, ലാർജസ്റ്റ് ആനിമൽ സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. ഇനി ലോങ്സ്റ്റ് സെൽ എന്ന് പറയുന്നത് നെർവ് സെല്ലാണ്. ലോങ്സ്റ്റ് സെൽ ഏതാന്ന് വെച്ചാൽ നെർവ് സെല്ലാണ്. ലോങ്സ്റ്റ് സെല്ലായിട്ടുള്ളത് നെർവ് സെല്ലാണ്. അപ്പോൾ ഇനി നമുക്ക് സെൽസിനെ രണ്ടായിട്ട് തിരിക്കാം. സെൽസിനെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. പ്രോക്യാരിയോട്ടിക് എന്നും യൂക്യാരിയോട്ടിക് എന്നുമാണ് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്നത്. സെൽസ് ആർ ഓഫ് 2 ടൈപ്പ്, പ്രോക്യാരിയോട്ടിക് സെൽസ്, യൂക്യാരിയോട്ടിക്. പ്രോക്യാരിയോട്ടിക് എന്ന് വെച്ചാല് ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് പ്രോക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. യൂക്യാരിയോ അതെന്ന് പറയുമ്പം ഏതാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ബാക്ടീരിയം, അർക്കയും ആണ്. അർക്കയും ബാക്ടീരിയയും ഒക്കെ ന്യൂക്ലിയസ് ഇല്ലാത്തതാണ്. ഇത് പ്രോക്യാരിയോട്ടിക് സെൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി യൂക്യാരിയോട്ടിക്കോ കണ്ടെയ്ൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉള്ളവയാണ് നമ്മൾ യൂക്യാരിയോട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്രോട്ടോസോവ, ഫംഗെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എന്തൊക്കെയാണ്? പ്രോട്ടോസോവയും ഫംഗയും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് യൂക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. പ്രോട്ടോസോവ, ഫംഗെ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് യൂക്യാരിയോട്സിനകത്ത് വരുന്നത്. ഇനി സെൽ വാൾ എന്താണ്? സെൽ വാൾ എന്ന് പറയുന്നത് ഒരു സെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് സെൽ ലെയർ ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൽ വാൾ എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഇനി സെൽ വാൾ ഇല്ലാത്ത ഏതൊക്കെയാണ്? ആനിമൽസിനകത്ത് സെൽ വാൾ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, താഴെ പറയുന്നവയിൽ ഏതിനാണ് സെൽ വാൾ ഇല്ലാത്തത്? സെൽ വാൾ ആബ്സെന്റ് ആയിട്ടുള്ളത്. ആനിമൽസിനകത്താണ് സെൽ വാൾ ഇല്ലാത്തത്. അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മയിലും സെൽ വാൾ ഇല്ല. ഇനി പല ഓർഗാനിസത്തിനകത്ത് സെൽ വാൾ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ആനിമൽസിനകത്ത് ഇല്ല, സെൽ വാൾ ഇല്ല എന്ന് പറഞ്ഞു. പ്ലാന്റ്സിനകത്ത് സെൽ വാൾ ഉണ്ട്. സെൽ വാൾ എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് വെച്ചിട്ടാണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാന്റ്സില് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇനി ബാക്ടീരിയ പെക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്നത് പെക്റ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫംഗസ് ആണെങ്കിലോ കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫംഗസ് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു? കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ പ്ലാന്റിനകത്ത് സെൽ വാൾ കോമ്പോസിഷൻ സെല്ലുലോസ്, ബാക്ടീരിയ പെക്റ്റിൻ, ഫംഗസ് കൈറ്റിൻ. പ്ലാന്റ് സെല്ലുലോസ്, ബാക്ടീരിയ പെക്റ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, ഫംഗസ് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. സൈറ്റോപ്ലാസം ഒക്കേഴ്സ് ബിറ്റ്വീൻ ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയർ എൻവലോപ്പ്. അപ്പൊ സൈറ്റോപ്ലാസം എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ മെംബ്രെയിനും ന്യൂക്ലിയർ എൻവലോപ്പിനും ഇടയ്ക്കാണ് സൈറ്റോപ്ലാസം കാണുന്നത്. ഇനി ക്രോമസോംസ് മെയിലിനകത്ത് ക്രോമസോംസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 44+XY ആണ്. 46 നമ്പേഴ്സ് ആണ്. 23 പെയർ ആണ് ഉള്ളത് ക്രോമസോം എന്ന് പറയുന്നത് ഹ്യൂമനകത്ത്. അപ്പൊ മെയിലിനകത്ത് 44+XY ആണ്, ഫീമെയിലിനകത്ത് 44+XX ആണ് കാണുന്നത്. ഇനി ക്രോമസോംസ് ഓരോ ജീവികളിലും എങ്ങനെയാണെന്നുള്ളതാണ്. നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് പറയുന്നത്. റൗണ്ട് വേമില് 4 ആണ്, റൈസില് 24 നമ്പർ ഓഫ് ക്രോമസോം, ഹ്യൂമനില് 46 ഉണ്ട്, ചിമ്പാൻസിയില് 48, ഡോഗില് 78 ആണ് ക്രോമസോംസ് ഉള്ളത്. അപ്പൊ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഭാഗം, സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എനർജി ഹൗസ് ഓഫ് ദ സെല്ലാണ്. സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്താണ്? എനർജി ഹൗസ് ഓഫ് ദ സെല്ലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതുപോലെ ലൈസോസോംസിനെ എന്തൊക്കെയായിട്ടാണ് അറിയപ്പെടുന്നത്? സൂയിസിഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ലൈസോസോം ആണ്. അതുപോലെ ഡിസ്പോസൽ ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോംസ് ആണ്. ആറ്റം ബോംബ് എന്നറിയപ്പെടുന്ന ലൈസോസോംസ് ആണ്. ക്ലീനേഴ്സ് എന്നറിയപ്പെടുന്ന ലൈസോസോംസ് ആണ്. എന്തൊക്കെയാണ് ലൈസോസോംസിനെ അറിയപ്പെടുന്നത്? സൂയിസൈഡൽ ബാഗ്, ഡിസ്പോസൽ ബാഗ്, ആറ്റം ബോംബ്, ക്ലീനേഴ്സ്. സൂയിസൈഡൽ ബാഗ്, ഡിസ്പോസൽ ബാഗ്, ആറ്റം ബോംബ്, ക്ലീനേഴ്സ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ലൈസോസോമിനെയാണ്. സൂയിസൈഡൽ ബാഗ് എന്നും ഡിസ്പോസൽ ബാഗ് എന്നും എല്ലാം അറിയപ്പെടുന്നത് ലൈസോസോംസിനെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് അടുത്ത സെല്ലിനകത്തെ ഒരു ഭാഗം.
അതെന്ന് പറയുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇങ്ങനെ രണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഉള്ളത്. യൂക്യാരിയോട്ടിക് സെല്ലിനകത്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. RBCയിലും സ്പേം സെല്ലിലും ഒക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടാറില്ല. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിനകത്ത് സെൽസും ക്രോമസോംസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് പോർസ് ഉണ്ട് ന്യൂക്ലിയസിനകത്ത്. അതെന്ത് ചെയ്യും? പോർസ് ഇൻ ന്യൂക്ലിയർ മെംബ്രെയിൻ അലോ ഫോർ ദ പാസേജ് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നും പുറത്തോട്ടും അകത്തോട്ടും മോളിക്യൂൾസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിനകത്തുള്ള പോർസ് സഹായിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ന്യൂക്ലിയസ് കഴിഞ്ഞിട്ട് നോക്കാനുള്ളത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഗോൾഗി അപ്പാരറ്റസ് ഡിസ്കവർ ചെയ്തത് കാമിലോ ഗോൾഗിയാണ്. ഗോൾഗി അപ്പാരറ്റസ് ഡിസ്കവർ ചെയ്തത് കാമിലോ ഗോൾഗിയാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂൾസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന മാക്രോ മോളിക്യൂൾസിനെ എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്യുകയും പാക്കേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഗോൾഗി അപ്പാരറ്റസ് ആണ്. മാക്രോ മോളിക്യൂൾസ്, ലിപ്പിഡ്സിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നതും ഗോൾഗി അപ്പാരറ്റസ് ആണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓർ മാനേജർ ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനാണ്. ബ്രെയിൻ ഓർ മാനേജർ ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള സ്റ്റഡി കാരിയോളജി എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കാരിയോളജി എന്ന് പറയുന്നത്. ന്യൂക്ലിക് ന്യൂക്ലിയസിലുള്ള ആസിഡുകളെ നമ്മൾ എന്ത് പറയുന്നു? ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, DNA, RNA. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് DNA ഉള്ളത്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് സെൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇപ്പൊ നോക്കിയത്. അപ്പൊ ബാക്കി ടോപ്പിക്കുകൾ സാപ്പിയൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. RRB, ALP ടെക്നീഷ്യൻ, UPD, NDPC, RPF എല്ലാ പോസ്റ്റുകൾക്കുമുള്ള സിലബസ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു.